നമുക്കെല്ലാം ഇന്നത്തെ പ്രഭാതത്തിൽ വലിയ വേദനയോടുകൂടിയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നാം കടന്നുപോയത്. എന്തായിരുന്നു ആ വേദന? ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവരുടെ വിയോഗം. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. നമുക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ പ്രഭാഷണവും അവിടുത്തെ നസീഹത്തും അവിടുത്തെ ദഅവത്തും അവിടുത്തെ ഖിദ്മത്തും ഒരവാജ്യമായിരുന്നു, അവർണ്ണനീയമായ വാക്കുകളായിരുന്നു. ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ആത്മാർത്ഥതയുള്ള വാക്കുകൾ, മനോഹരമായ വാക്കുകൾ, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു തരുന്ന വെളിച്ചമുള്ള വാക്കുകളുടെ വല്ലാത്ത ഒരു മാസ്മരികമായ കഴിവുള്ള സംസാരമുള്ള ഒരു മുവഫക്കായ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവറുകൾ. നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മഹാന്മാരായ ഉലമാക്കളും സാദാത്യങ്ങളും 10,000-കണക്കിന് പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും ലക്ഷക്കണക്കിന് പ്രവർത്തകരും ഇന്നത്തെ ഒരു ദിവസം ആ പ്രിയപ്പെട്ട പണ്ഡിതന് വേണ്ടി പ്രാർത്ഥനയിലാണ്. ഇന്നലത്തെ സദസ്സിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഇന്നൊരു പോസ്റ്റ് വന്നു, ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഡേറ്റ്. കൽബ് പൊട്ടിപ്പോയത് കണ്ടപ്പോ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഡേറ്റ്, ഇന്നാ ഡേറ്റ് നോട്ടീസിൽ ആ പേരിന്റെ ഡേറ്റ് ഉണ്ട്. പക്ഷേ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ ഇപ്പോൾ കിടക്കുന്നത് ഖബറിലാണ്. ആത്മാർത്ഥമായി ആമീൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവരുടെ ബർസഖിന്റെ ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കട്ടെ, പ്രവിശാലത കൊടുക്കട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ആ ചെയ്ത ഖിദ്മാത്തുകളൊക്കെ വലിയ സ്വീകാര്യത നൽകണം തമ്പുരാനെ. ഒരർത്ഥത്തിൽ ഭാഗ്യമുള്ളൊരു മരണം. മഹാനായ റഈസുൽ ഉലമ ഉസ്താദ് അടക്കമുള്ളവരുടെ പ്രത്യേകമായ പ്രാർത്ഥന കിട്ടിയ, ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രാർത്ഥന കിട്ടിയ വല്ലാത്ത ഒരു യാത്രയപ്പായിരുന്നു ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ മരണം. അല്ലാഹുവേ, പടച്ചവനെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ എന്തെങ്കിലും പാപകരമായ പ്രവർത്തനങ്ങളോ വന്നെങ്കിൽ പടച്ച റബ്ബേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ പുറത്തു കൊടുക്കണം. അല്ലാ, ചെയ്ത ധാരാളം സുഹൃതങ്ങളുണ്ട്. ആ സുഹൃതങ്ങൾക്കെല്ലാം 10 മടങ്ങ് പ്രതിഫലം പ്രകാശമായി ഖബറിൽ നീ പ്രതിഫലിപ്പിക്കണം തമ്പുരാനെ.